ബ്ലൂ ഡാർട്ട് എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ്. കമ്പനി അതിൻ്റെ ആവറേജ് ഷിപ്മെൻറ്റ് കോസ്റ്റ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏകദേശം 9% ഉണ്ടായിരുന്ന ആവറേജ് ഷിപ്മെൻറ്റ് കോസ്റ്റ് ഏകദേശം ഒരു 12% വർദ്ധിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് മാർജിനിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിഫലനവും ഉണ്ടാകും. ഈ ഒരു പുതുക്കിയ നിരക്ക് ജനുവരി 1, 2026 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത്. കമ്പനിയും നിലവിൽ ഇപ്പോൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം വീക്കർ ഹാൻഡ്സ് ഹോൾഡിംഗ് പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ഹയർ ലെവലെല്ലാം നല്ല വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻ്റ്ലി 6.5% മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ ഡെഡ് കാറ്റ് ബൗൺസ് ബാക്ക് ആയി മാത്രമേ ഈ ഒരു മൂവ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാവൂ എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. കൂടാതെ 6992 എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റിവിറ്റി പറയാൻ സാധിക്കുകയുള്ളൂ.